1992 ഡിസംബർ 6 അയോധ്യ നഗരി ഒരു തണുത്ത പ്രഭാതത്തിലേക്ക് ഉണരുകയായിരുന്നു. തെരുവുകൾ നിറയെ കർസേവകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കുമിഞ്ഞു നിന്ന കോടമഞ്ഞിനിടയിൽ ഭജനകളും മുദ്രാവാക്യങ്ങളും കലർന്നു. കാവിക്കൊടികളും തോരണങ്ങളും വാടിക്കുഴഞ്ഞു. എങ്ങുനിന്നില്ലാമോ വന്നെത്തിയ കർസേവകർ അപരദ്വേഷത്തിൻ്റെ ആർപ്പുവിളികൾ ഉയർത്തി. ഒരുതരം ഭയം ആ നഗരത്തെ ആകെ ഘനീഭവിച്ചു മൂടി. നീണ്ടുകിടക്കുന്ന പകലിൽ അരങ്ങേറാനിരിക്കുന്ന ഹിംസയുടെ ദ്രംഷ്ടകൾ കണ്ട് ആ പുലരി വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു. പതിനായിരക്കണക്കിന് കർസേവകർ ബാബരി മസ്ജിദിന് ചുറ്റും തടിച്ചുകൂടി. മന്ദിർ യഹാം ബനായെങ്കെ മുദ്രാവാക്യങ്ങൾ കനത്തു. വർഷങ്ങളായുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു ഈ ആൾക്കൂട്ടത്തിന്. വളരെ സ്വാഭാവികമായി തടിച്ചുകൂടിയ ഒരു ഭക്തസംഘം എന്ന് പ്രചരിപ്പിക്കപ്പെട്ടെങ്കിലും ആ പുരുഷാരം കൃത്യമായ നിർദ്ദേശങ്ങൾക്കും ആജ്ഞകൾക്കും വിധേയപ്പെട്ടവരായിരുന്നു. ട്രെയിനുകളിലും ബസ്സുകളിലും ട്രക്കുകളിലും അവർ വന്നുകൂടി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ RSS ശാഖകളിൽ, VHP യോഗങ്ങളിൽ, ബജ്രംഗ് ദൾ വൃത്തങ്ങളിൽ, BJPയുടെയും ശിവസേനയുടെയും രഹസ്യയോഗങ്ങളിൽ തീരുമാനിക്കപ്പെട്ട പദ്ധതിയായിരുന്നു ഈ കർസേവ. ഇത് വെറുതെ ഒരു പൂജയോ അതിലെ മന്ത്രോച്ചാരണങ്ങളോ ആയിരുന്നില്ല. അതിനു പിന്നിൽ തക്കം പാർത്ത് നിന്ന വെറുപ്പായിരുന്നു യഥാർത്ഥ കർസേവ. ബാബരി മസ്ജിദിന് ചുറ്റിലുമായി പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. 1.5 ലക്ഷം പേരുടെ കർസേവയാണ് സംഘപരിവാർ ആസൂത്രണം ചെയ്തത്. അത്ര വലിയ ആൾക്കൂട്ടത്തെ, അതും ഏത് നിമിഷവും അക്രമാസക്തമാകാനിടയുള്ള ഒരാൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോന്ന പോലീസ് സന്നാഹം അവിടെ ഇല്ലായിരുന്നു എന്നതാണ് സത്യം. ഡിസംബറിലെ തണുപ്പ് ഒരുതരം ഉഷ്ണത്തിന് വഴിമാറുകയാണ്. കൈകളിൽ പിക്കാസും കൈക്കോട്ടും ഇരുമ്പ് ദണ്ടുകളും ഏന്തി ആർപ്പ് വിളിക്കുന്ന, പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കൂട്ടത്തിൻ്റെ ഒരു വശത്ത് അല്പം ഉയർന്ന ഒരിടത്തായി അന്നത്തെ ആ ദിവസത്തിൻ്റെ ശില്പികൾ ഇരിപ്പുണ്ടായിരുന്നു. ലാൽ കൃഷ്ണ അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങിയ BJP നേതാക്കൾ, VHP അടക്കമുള്ള മറ്റു ഹിന്ദുത്വ സംഘടനകളുടെ നേതൃത്വത്തിനൊപ്പം എല്ലാം വീക്ഷിച്ചു കൊണ്ടിരുന്നു. അവർ കർസേവകരെ അഭിവാദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. തിക്കും തിരക്കും കൂട്ടി അപായം വരുത്തല്ലേ എന്നു മാത്രം അവർ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അത്ര വലിയ ആൾക്കൂട്ടത്തെ അഴിച്ചുവിടുക തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയുടെ, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയുടെ തെരുവുകളിൽ ഈ നേതാക്കളുടെ വിവിധ പരിപാടികളിൽ ഉയർന്നു കേട്ട പ്രസംഗങ്ങൾ ആവശ്യപ്പെട്ടത് ഇത് തന്നെയായിരുന്നു. പള്ളി പൊളിച്ചാലേ ക്ഷേത്രം ഉയരൂ എന്നവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഏക് ദക്ക ഓർ ദോ എന്ന മുദ്രാവാക്യവും മന്ദിർ വഹാം ബനായെങ്കെ എന്ന ആർപ്പ് വിളികളും പരസ്പരം പൂരിപ്പിക്കപ്പെട്ടു. ഏതാണ്ട് ഉച്ചയോടടുത്ത് ഒരാൾ പോലീസ് വലയം മറികടന്ന് ബാബരി മസ്ജിദിനടുത്തേക്ക് ഓടി. അയാളെ തടയാൻ കഴിഞ്ഞില്ല. പള്ളിയുടെ ഗോപുരത്തിന് മുകളിൽ കയറിയ അയാൾ തൻ്റെ കയ്യിലുള്ള കാവിക്കൊടി ഉയർത്തി വീശി. അതൊരു സിഗ്നലായിരുന്നു. ഈ രാജ്യത്തിൻ്റെ ആത്മാവിനെ കശാപ്പ് ചെയ്യാൻ നേരമായിരിക്കുന്നു എന്ന സിഗ്നൽ. പെട്ടെന്ന് ഒരു കടലുപോലെ 10,000ങ്ങളുടെ ഒരക്രമി സംഘം മുന്നോട്ടിരച്ചു വന്നു. ലോകം നിശ്ചലമായി. ഭാരതമെന്ന രാജ്യം വന്നു നിൽക്കുന്ന ദുരന്തസന്ധി ലോകം മുഴുവൻ കാണുകയായിരുന്നു. പോലീസ് അവരെ തടയാൻ ശ്രമിച്ചില്ല. ജീവനിൽ കൊതിയുള്ള പോലീസുകാർ മുഖം തിരിഞ്ഞു നിന്നു. ആരൊക്കെയോ അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരോട് മാറി നിൽക്കാൻ തന്നെ ആവശ്യപ്പെട്ടു. വിശന്നു വലഞ്ഞ കഴുതപ്പുലികൾ ഇരപിടിക്കുന്നത് പോലെ കർസേവകർ പള്ളിക്ക് മുകളിൽ അള്ളിപ്പിടിച്ചു കയറി. അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് പള്ളി പൊളിക്കാൻ ആരംഭിച്ചു. മണിക്കൂറുകൾക്കകം 400 വർഷം പഴക്കമുള്ള ആ പള്ളി നിലം പരിശായി. സത്യം പറഞ്ഞാൽ ആ തകർന്നു വീണത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിശ്വാസ്യത തന്നെയായിരുന്നു. നമുക്കൊപ്പം നിർമ്മിക്കപ്പെട്ട അയൽപ്പക്കത്തെ പരാജയപ്പെട്ടു പോയ മതരാജ്യത്തിൻ്റെ നിലവാരത്തിലേക്ക് നമ്മളും കൂപ്പുകുത്തുകയാണ് എന്ന് തകർന്നു വീഴുന്ന ബാബരിയുടെ താഴികക്കുടങ്ങൾ വിളിച്ചു പറഞ്ഞു. നമ്മുടെ ഭരണഘടനയെ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ, ഈ രാജ്യത്തിൻ്റെ സാമുദായിക സൗഹൃദത്തെ, ബഹുസ്വരതയെ ലക്ഷ്യമാക്കിയാണ് അന്നവിടെ ഓരോ കൈപ്പിക്കാസുകളും ഉയർന്നു താഴ്ന്നത്. സത്യം പറഞ്ഞാൽ മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമൻ്റെ പേരിൽ ഇതര മതസ്ഥരുടെ ഒരു ആരാധനാലയം തകർത്ത ആ നിമിഷമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ രാമനിന്ദ നടന്നത്. 1528 മിർബാക്കിയാണ് ബാബരി മസ്ജിദ് പണി കഴിപ്പിച്ചത്. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബറിൻ്റെ കമാൻഡർമാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. ഡൽഹി സൽത്തനത്തിൻ്റെ വാസ്തുവിദ്യ മാതൃകയിൽ തന്നെയാണ് ഈ പള്ളിയും പണി കഴിപ്പിക്കപ്പെട്ടത്. ഗോറിലെ ബാബരി മസ്ജിദിനോടും ഡൽഹിയിലെ ജമാലി കമാലി മസ്ജിദിനോടും വലിയ സാമ്യതയുള്ള നിർമ്മിതിയാണ് അയോധ്യയിലുണ്ടായിരുന്ന ബാബരി മസ്ജിദിന്.
പള്ളിയുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് മന്ത്രിച്ചാൽ പോലും 200 അടി അപ്പുറത്തുള്ള കവാടം വരെ അത് ശരിക്കും കേൾക്കാൻ കഴിയുമായിരുന്നു. അത്ര മാത്തമാറ്റിക്കൽ പ്രിസീഷനുള്ള വാസ്തുവിദ്യ. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പ്രാചീന മധ്യകാല നിർമ്മിതികളിൽ ഇത്തരം കൗതുകങ്ങൾ സാധാരണമായിരുന്നു. ബാബരി പള്ളിക്ക് മേൽ ആദ്യമായി ആരെങ്കിലും ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് 1822 ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന് മുകളിലാണ് പള്ളിയുള്ളത് എന്നായിരുന്നു ഫൈസാബാദ് കോടതിയിലെത്തിയ ആ വാദം. 1855 നിർമോഹി അഖാര ഇതേ വാദമുയർത്തി അവകാശം തേടി. എന്നാൽ അതിനു മുമ്പ് 1853 അയോധ്യയിലെ ഹനുമാൻ ഗാർഹി മന്ദിറിൽ നിന്നുള്ള ഒരു സായുധ സംഘം പള്ളി പിടിച്ചെടുത്തിരുന്നു. അവർ പള്ളിക്കകത്തൊരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഇതോടെ വർഗീയ കലാപങ്ങളുണ്ടായി. 2 വർഷം ഈ അസ്വാരസ്യങ്ങൾ നീണ്ടുനിന്നു. 1857 ഹനുമാൻ ഗാർഹി മന്ദിരിലെ പുരോഹിതന്മാർ ഒരു പീഠം നിർമ്മിച്ച് അവിടെ പൂജകൾ ആരംഭിച്ചു. എന്നാൽ 1859 ബ്രിട്ടീഷ് ഭരണകൂടം പള്ളിക്കകത്ത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമായി വെവ്വേറെ സ്ഥലം ക്രമീകരിച്ചു. അകത്ത് മുറ്റമടക്കം മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കാം, പുറത്തെ മുറ്റം ഹിന്ദു വിശ്വാസികൾക്കും ഉപയോഗിക്കാം എന്നായിരുന്നു അന്നത്തെ തീരുമാനം. 1883 വീണ്ടും പള്ളി പിടിച്ചെടുത്ത് ക്ഷേത്രം നിർമ്മിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. ഇത് വലിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചു. 1885 ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലക്കപ്പെട്ടു. കോടതിയിലെത്തിയ കേസിൽ ഹനുമാൻ ഗാർഹി മന്ദിറിലെ പുരോഹിതരും പള്ളി പരിപാലന സംഘവും ഇരുപക്ഷത്തായി കേസ് വാദിച്ചു. ഹിന്ദുക്കൾ പുണ്യമെന്ന് കരുതിയ ഇടത്തിലാണ് പള്ളി നിർമ്മിച്ചതെന്ന് സ്ഥിരീകരിച്ചാൽ കൂടി നിലവിലെ സാഹചര്യത്തിന് വിഭിന്നമായി എന്തെങ്കിലും ചെയ്യുക പ്രായോഗികമല്ലെന്ന് അന്ന് കോടതി വിധി പറഞ്ഞു. പിന്നീട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നത് 1934 അയോധ്യയിൽ ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു പശുവിനെ കശാപ്പ് ചെയ്തു എന്ന അഭ്യൂഹങ്ങൾ ഒരു വലിയ ഹിന്ദു മുസ്ലിം കലാപമുണ്ടാവാൻ കാരണമായി. വർഗീയ സംഘർഷങ്ങൾക്കിടെ ചിലർ പള്ളിക്ക് നേരെയും അക്രമങ്ങൾ അഴിച്ചുവിട്ടു. താഴികക്കുടങ്ങൾക്ക് കേടുപാടുകളുണ്ടായി. ഇത് പിന്നീട് ബ്രിട്ടീഷ് സർക്കാർ അറ്റകുറ്റപ്പണികൾ നടത്തി പരിഹരിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും 1859 സ്ഥിതി 1949 വരെ തുടർന്നു പോന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പള്ളിവളപ്പിൽ 2 ഭാഗങ്ങളിലായി ആരാധനകൾ നടത്തി. ഹിന്ദു മഹാസഭ ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ കാര്യങ്ങൾ വീണ്ടും വഷളാവാൻ തുടങ്ങി. ഹൈന്ദവ വിശ്വാസത്തിൽ ഏറ്റവും ആരാധ്യനായ ശ്രീരാമൻ്റെ ജന്മഭൂമിയിലാണ് പള്ളിയുള്ളതെന്നായിരുന്നു അവരുടെ വാദം. പള്ളി സ്ഥിതി ചെയ്യുന്ന കുന്നിൻ്റെ പേര് രാംകോട്ട് എന്നായിരുന്നു. ഇത് ഹിന്ദുത്വവാദികൾ ആയുധമാക്കി. രാമജന്മഭൂമിയിലെ ക്ഷേത്രം പൊളിച്ചാണ് പള്ളി പണിതതെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു. 1949 ഡിസംബറിൽ അഖില ഭാരത രാമായണ സഭ എന്ന പേരിൽ ഹിന്ദു മഹാസഭ ഒരു നവദിന ഭജന സംഘടിപ്പിച്ചു. ഡിസംബർ 22 അർദ്ധരാത്രി രാമൻ്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ ഹിന്ദു മഹാസഭാ പ്രവർത്തകർ പള്ളിക്കകത്ത് കൊണ്ടുപോയി വെച്ചു. വിഗ്രഹങ്ങൾ സ്വയംഭൂവായി എന്നവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. അയോധ്യയിലെ ഹിന്ദു വീടുകളിൽ അന്ന് ആ രാത്രി തന്നെ ഹിന്ദു മഹാസഭാ പ്രവർത്തകർ ചെന്ന് വാതിലിൽ മുട്ടി. പിറ്റേന്ന് പുലർച്ചെ മുതൽ ഹൈന്ദവ വിശ്വാസികൾ ബാബരി മസ്ജിദിലേക്ക് ഒഴുകുകയാണ്. സ്വയംഭൂവായ വിഗ്രഹങ്ങളെന്ന് ഹിന്ദു മഹാസഭക്കാർ പറഞ്ഞ ഇഷ്ടദൈവങ്ങളുടെ മൂർത്തികൾക്ക് മുമ്പിൽ സത്യാവസ്ഥ അറിയാത്ത സാധാരണക്കാരായ ഭക്തജനങ്ങൾ തിങ്ങിക്കൂടി. മറുവശത്ത് പള്ളി പൊളിച്ച് ക്ഷേത്രം കെട്ടുന്നതിനെ പറ്റിയുള്ള വർഗീയ വ്യവഹാരം കാട്ടുതീ പോലെ വ്യാപിക്കാനും തുടങ്ങി. വിവരമറിഞ്ഞ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ് ബല്ലഭ് പന്തിന് എഴുത്തയച്ചു. എത്രയും പെട്ടെന്ന് ആ വിഗ്രഹങ്ങൾ പള്ളിയിൽ നിന്ന് എടുത്തു മാറ്റണം. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ സന്ദേശം രാമസീതാ വിഗ്രഹങ്ങൾ സരയൂ നദിയിൽ നിമഞ്ജനം ചെയ്യണമെന്നായിരുന്നത്രേ. മുഖ്യമന്ത്രി GB പന്ത് പക്ഷേ വിഷയത്തെ കൈകാര്യം ചെയ്തതിൽ വലിയ തെറ്റുപറ്റി. നെഹ്റുവോ പട്ടേലോ നിർദ്ദേശിച്ചതുപോലെ പ്രവർത്തിക്കാൻ പന്ത് മുതിർന്നില്ല. വിഗ്രഹങ്ങൾ നീക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്നതിനെപ്പറ്റി നിലവിൽ ആലോചിക്കാൻ കഴിയില്ല. ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് അദ്ദേഹം മറുപടി അയച്ചു. 1950 പള്ളിക്ക് പൂട്ടുവീണു. നിരോധനാജ്ഞ ഏർപ്പെടുത്തപ്പെട്ടു. ബാബരി മസ്ജിദ് ഒരു തർക്കമന്ദിരമായി മാറി. അതേ വർഷം രാമസീതാ വിഗ്രഹങ്ങൾ വെച്ചു തന്നെ പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ അനുവാദം തേടിയുള്ള ഹർജി ഫൈസാബാദ് കോടതിയിലെത്തി. 1959 നിർമോഹി അഖാര ബാബരി മസ്ജിദിന് മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജിയും സമർപ്പിച്ചു. 1961 ഉത്തർപ്രദേശ് സുന്നി വഖഫ് ബോർഡ് പള്ളി മുസ്ലിങ്ങൾക്കായി വിട്ടുതരണമെന്നും വിഗ്രഹങ്ങൾ എടുത്തു മാറ്റണമെന്നും ആവശ്യപ്പെട്ട് ഹർജി കൊടുത്തു. 1984 വിശ്വ ഹിന്ദു പരിഷത്ത് രാമജന്മഭൂമി പ്രസ്ഥാനം ആരംഭിക്കുകയാണ്. ഒക്ടോബർ മാസം ബീഹാറിലെ സീതാമാർഹിയിൽ നിന്ന് ആരംഭിച്ച ആദ്യ രഥയാത്ര ഇന്ദിരാഗാന്ധി വധത്തോടെ നിർത്തിവെച്ചു. പിന്നീട് 1 വർഷം കഴിഞ്ഞ് രാജ്യത്തെ വിവിധ ഇടങ്ങളിലായി 25 രഥയാത്രകൾ ആരംഭിക്കുകയാണ്. 1986 ജനുവരിയിൽ
വളരെ നിർണായകമായൊരു സംഭവം നടന്നു. ഉമേഷ് ചന്ദ്ര പാണ്ഡെ എന്നയാൾ ബാബരി മസ്ജിദിനകത്ത് ഹിന്ദുക്കളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിനുള്ള വിലക്ക് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഫയൽ ചെയ്യുകയാണ്. ഇതേ തുടർന്ന് അന്നത്തെ രാജീവ് ഗാന്ധി സർക്കാർ ഹിന്ദുക്കൾക്കായി പള്ളി തുറന്നുകൊടുക്കാൻ ഉത്തരവിട്ടു. ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തെറ്റുകളിലൊന്നാണ് ഈ ഉത്തരവ്. ഷബാനു ബീഗം ശരീഅത്ത് വിവാദത്തിൽ ശരീഅത്ത് സംരക്ഷണത്തിൻ്റെ കൂടെ നിൽക്കാനുള്ള രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ തീരുമാനം മുസ്ലിം പ്രീണനമാണെന്ന് കാട്ടി ഹിന്ദുത്വ പാർട്ടികൾ കോൺഗ്രസിനെതിരെ രംഗത്തു വന്നിരുന്നു. ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ അസംതൃപ്തി ഉണ്ടാകുന്നുണ്ടെന്നും ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്നും രാജീവ് ഗാന്ധി ഉപദേശിക്കപ്പെട്ടു. അരുൺ നെഹ്റുവാണ് അയോധ്യയിലെ ബാബരി മസ്ജിദ് ഹിന്ദുക്കൾക്ക് കൂടി തുറന്നുകൊടുക്കുന്നത് നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരമാകും എന്നുപദേശിച്ചത്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടപ്പോൾ മുറിവേറ്റ ഹിന്ദു ഹൃദയങ്ങൾക്ക് ആശ്വാസമേകാൻ സിഖ് ചെറുപ്പക്കാരുടെ തലയിൽ ട്രക്ക് കയറ്റി ഇറക്കണം എന്ന് ഇയാൾ പറഞ്ഞതായി വർഷങ്ങൾക്കിപ്പുറം വെളിപ്പെടുത്തലുകളുണ്ടായി. സത്യം പറഞ്ഞാൽ അരുൺ നെഹ്റുവിൻ്റെയൊക്കെ ഉപദേശം രാജീവ് ഗാന്ധിക്കും കോൺഗ്രസിനും മാത്രമല്ല ഈ രാജ്യത്തിന് തന്നെ അപകടമായി തീർന്നു എന്ന് വേണം പറയാൻ. VHPയുടെ രാമജന്മഭൂമി പ്രക്ഷോഭം കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ട RSS ഈ പ്രക്ഷോഭത്തിൽ ഒരവസരം കണ്ടെത്തി. BJP കൂടി കളത്തിലിറങ്ങി. ലാൽ കൃഷ്ണ അദ്വാനിയുടെ കുപ്രസിദ്ധമായ രഥയാത്ര ഉരുണ്ടു തുടങ്ങി. ഇതിനകം മണ്ഡൽ രാഷ്ട്രീയം ഇന്ത്യയിൽ ഇളകിമറിഞ്ഞു. സവർണ ഹിന്ദുക്കളുടെ രോഷം നുരഞ്ഞു പൊന്തി. എല്ലാം വന്നു ചേർന്നതാകട്ടെ സംഘപരിവാരം തെളിച്ച രഥത്തിന് പിന്നിലും. ഉത്തരേന്ത്യയിൽ വർഗീയ വിഭജനത്തിൻ്റെ വിത്തും വളവും വിതരണം ചെയ്തു മുന്നോട്ടു നീങ്ങിയ രഥയാത്ര ബീഹാറിൽ പക്ഷേ തടയപ്പെട്ടു. വർഗീയത പ്രചരിപ്പിക്കുന്ന പരിപാടിക്ക് അനുമതി നൽകില്ലെന്നായി അന്നത്തെ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ്. പക്ഷേ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി അദ്വാനിയുടെ രഥയാത്ര ഇതിനകം ഹിന്ദി ഹൃദയഭൂമി ഇളക്കി മറിച്ചിരുന്നു. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ ചരിത്രത്തിൽ അതിനു മുൻപോ അതിനു ശേഷമോ ഇത്ര വലിയ ബഹുജന വർഗീയ പരിപാടി വേറെ ഉണ്ടായിട്ടില്ല. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർത്തുകൊണ്ട് ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത വിധം ഇന്ത്യയെ വർഗീയവൽക്കരിക്കാൻ സംഘപരിവാറിന് കഴിഞ്ഞു. ഒന്നുകിൽ അന്ന് ആ പള്ളി പൊളിക്കപ്പെടും, അല്ലെങ്കിൽ കർസേവ കഴിഞ്ഞു തിരികെ പോരുന്ന ഓരോ സംഘപരിവാർ ഭീകരരും നൂറുകണക്കിന് കലാപങ്ങൾക്ക് തീ കൊളുത്തും. അത്രമേൽ സങ്കീർണവും ഭീകരവുമായിരുന്നു അന്ന് അയോധ്യയിലെ സ്ഥിതിവിശേഷം. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. സൂറത്തിലും മീറത്തിലും വലിയ ലഹളകളുണ്ടായി. രാജ്യത്താകമാനം 2000-ലധികം മുസ്ലിങ്ങൾ കലാപങ്ങളിൽ കൊല ചെയ്യപ്പെട്ടു. ബോംബെയിൽ മാത്രം 900 മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന VP നരസിംഹറാവുവാണ് ബാബരി മസ്ജിദ് ധ്വംസനത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴികേട്ടയാൾ. ഒരുപക്ഷെ LK അദ്വാനിയോളം മതേതര ഇന്ത്യ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള രാഷ്ട്രീയ മുഖമാണ് റാവുവിൻ്റേത്. ബാബരി മസ്ജിദ് സംരക്ഷിക്കാൻ റാവു സൈന്യത്തെ നിയോഗിക്കണമായിരുന്നു എന്ന വിമർശനം ഉയർന്നു. എന്നാൽ അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും BJP നേതാവുമായ കല്യാൺ സിംഗിൻ്റെ വാക്കുകൾ വിശ്വസിച്ചിരിക്കുകയായിരുന്നു നരസിംഹറാവു. എന്തുതന്നെ സംഭവിച്ചാലും ബാബരി മസ്ജിദിനൊന്നും സംഭവിക്കില്ല എന്ന് കല്യാൺ സിംഗ് പ്രധാനമന്ത്രിക്ക് ഉറപ്പു നൽകിയിരുന്നത്രേ. എക്കാലത്തും സംഘപരിവാറിൻ്റെ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് പിന്തുണ നൽകിയ ഒരാളുടെ വാക്കുകൾ തന്നെ അങ്ങനെയൊരു സാഹചര്യത്തിൽ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയായിരുന്നോ നരസിംഹറാവു എന്ന ചോദ്യം ബാക്കിയാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് ഈ രാജ്യത്തോട് ചെയ്ത കൊടും വഞ്ചനയാണെന്ന് നരസിംഹറാവു പ്രസ്താവിച്ചു. അദ്ദേഹം ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട സമയവും അതുതന്നെയായിരുന്നു. കല്യാൺ സിംഗിൻ്റെ സർക്കാർ പിരിച്ചുവിടപ്പെട്ടു. ഉത്തർപ്രദേശിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നു. സംഘപരിവാറിൻ്റെ ചില രഹസ്യയോഗങ്ങളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട വിവരങ്ങൾ IBയുടെ പക്കലുണ്ടായിരുന്നു. പള്ളി പൊളിക്കാനുള്ള സാധ്യത എന്ന് IB കണക്കുകൂട്ടി. അങ്ങനെയൊരു അപകട മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ളൊരു ഫയൽ മേലുദ്യോഗസ്ഥർക്ക് കൈമാറിയെങ്കിലും ഫലമുണ്ടായില്ല എന്ന് IB തലവനായിരുന്ന മലോയ് കൃഷ്ണധർ പിന്നീട് ആരോപിച്ചു. അദ്ദേഹം രചിച്ച പുസ്തകത്തിലാണ് ഇത് സംബന്ധിച്ച പരാമർശങ്ങളുള്ളത്. താൻ ക്രമപ്പെടുത്തിയ വിവരങ്ങൾ മേലുദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നെന്നും അന്നത്തെ ആഭ്യന്തരമന്ത്രി ശങ്കർ റാവു ചവാനോ പ്രധാനമന്ത്രി നരസിംഹറാവുവോ ആ ഫയൽ കണ്ടിരിക്കാമെന്നും അദ്ദേഹം ആരോപിച്ചു. കല്യാൺ സിംഗ് അയോധ്യയിൽ ബാബരി മസ്ജിദിന് സംരക്ഷണം ഒരുക്കാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരെല്ലാം സംഘപരിവാർ അജണ്ടകളെ പിന്തുണക്കുന്നവരായിരുന്നു എന്നും പിന്നീട് ആരോപിക്കപ്പെട്ടു. സത്യം പറഞ്ഞാൽ അടിമുടി കൊടും ചതിയാണ് അന്ന് സംഭവിച്ചത്. ആരൊക്കെ ചേർന്നാണ് ആ ചതി നടത്തിയത് എന്ന കാര്യത്തിലെ സംശയമുള്ളൂ. ചതിക്കപ്പെട്ടത് ഇന്ത്യ എന്ന രാജ്യമാണ്. ഭാരതത്തിൻ്റെ ഭരണഘടനയും നിയമവും ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസവുമാണ്. ബാബരി മസ്ജിദിന് മേൽ പല വിഭാഗങ്ങളും അവകാശവാദം ഉന്നയിച്ചിരുന്നല്ലോ. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെയുണ്ടായിരുന്നു ഭിന്നതകൾ. ഉത്തർപ്രദേശ് സുന്നി വഖഫ് ബോർഡിൻ്റെ അവകാശവാദത്തെ ഷിയ വഖഫ് ബോർഡ് എതിർത്തിരുന്നു.
മിർബാക്കി ഷിയ വിശ്വാസിയായിരുന്നെന്നും അതിനാൽ ബാബരി മസ്ജിദ് ഷിയാക്കൾക്ക് അവകാശപ്പെട്ടതാണെന്നും അവർ വാദിച്ചു. എന്നാൽ ബാബർ സുന്നി വിശ്വാസക്കാരനായിരുന്നുവെന്നും പള്ളി കമ്മീഷൻ ചെയ്തത് ബാബറിൻ്റെ പേരിലായതിനാൽ പള്ളി സുന്നികൾക്ക് വിട്ടുകളയണമെന്നുമായിരുന്നു സുന്നി വഖഫ് ബോർഡിൻ്റെ അവകാശം. സത്യം പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ട് വരെ ഈ പള്ളി വലിയ പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒന്നായിരുന്നു. മുഗൾ ഭരണകാലത്തെ തന്നെ ആദ്യകാല ചരിത്രരേഖകളിൽ ഈ പള്ളിയെക്കുറിച്ച് ചർച്ചകൾ ലഭ്യമല്ല. ഡൽഹി സൽത്തനത്തിനെ തോൽപ്പിച്ച് പുതിയ സാമ്രാജ്യം പണിയുന്ന കാലത്ത് ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാന ആരാധനാലയം തകർത്താണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടതെങ്കിൽ അതന്നത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാവേണ്ടതില്ലേ? അങ്ങനെ ഉണ്ടായില്ല എന്നതാണ് വസ്തുത. പോരാത്തതിന് അയോധ്യയിൽ തന്നെ രാമജന്മഭൂമി എന്ന് അവകാശപ്പെടുന്ന അനേകം സ്ഥലങ്ങളും ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളും ധാരാളമുണ്ടത്രേ. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭക്തകവി തുളസീദാസ് എഴുതിയ രാമചരിതമനസ് ബാബരി മസ്ജിദിൻ്റെ നിർമ്മാണത്തിന് ശേഷം രചിക്കപ്പെട്ടതാണ്. രാമജന്മഭൂമിയിൽ ഇങ്ങനെ ഒരു അനീതി നടന്നിട്ടുണ്ടെങ്കിൽ തുളസീദാസ് അതെഴുതാതിരിക്കുമോ? ഇനി ഏറ്റവും പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഓരോ സംഘപരിവാറുകാരനും ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കാവുന്നതാണ്. ഇന്ത്യ ഉപഭൂഖണ്ഡം കണ്ട ഏറ്റവും വലിയ ഹിന്ദു സാമ്രാട്ട് ആരായിരുന്നു? സംഘപരിവാർ വ്യവഹാരമനുസരിച്ച് അത് ഛത്രപതി ശിവജി മഹാരാജാണല്ലോ. അദ്ദേഹം മുഗളരുമായി നേർക്കുനേർ പോരാടിയിരുന്ന ആൾ കൂടിയാണ്. ബാബരി മസ്ജിദ് നിർമ്മാണത്തിൻ്റെ ഒക്കെ ശേഷം വരുന്ന ഹിന്ദു ചക്രവർത്തി. അങ്ങനെയല്ലേ? എന്തുകൊണ്ടായിരിക്കാം ജീവിതത്തിൽ ഒരിക്കൽ പോലും രാമജന്മഭൂമിയെപ്പറ്റി, ബാബരി മസ്ജിദിനെ പറ്റി അദ്ദേഹം ഒന്നും പറയാതിരുന്നത്? രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, രാമജന്മഭൂമിയിലെ ക്ഷേത്രം തകർത്താണ് ബാബരി മസ്ജിദ് പണികഴിപ്പിച്ചതെന്ന വാദം പിന്നീട് വെച്ചുകെട്ടിയുണ്ടാക്കിയ വെറും കഥയാണ്. ഹിന്ദുത്വവാദികൾ മുതലെടുപ്പിനുണ്ടാക്കിയ കല്ലുവെച്ച നുണ. രണ്ട്, രാമജന്മഭൂമിയിലെ അനീതിക്ക് നേരെ ശിവാജി കണ്ണടച്ചു. ബാബരി മസ്ജിദ് പൊളിച്ചുമാറ്റി രാംലല്ലക്ക് ക്ഷേത്രം പണിയണമെന്ന് ചിന്തിക്കാതിരുന്ന വർഗവഞ്ചകനാണ് ശിവജി. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം കണ്ട ഏറ്റവും മഹാനായ ഭരണാധികാരികളിൽ ഒരാളാണ് ഛത്രപതി ശിവജി മഹാരാജ്. തൻ്റെ വിശ്വാസത്തിന് നേരെയുള്ള അനീതികൾക്കെതിരെ ശക്തമായി പോരാടിയ ഒരാൾ. അതുകൊണ്ട് തന്നെ ഞാൻ മേൽ പറഞ്ഞ ഏത് സാധ്യതയാണ് സംഘപരിവാർ തിരഞ്ഞെടുക്കുക എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അലഹബാദ് കോടതി 2010 അയോധ്യ തർക്കത്തിൽ ഒരു വിധി പറഞ്ഞിരുന്നു. അതൊരു വീതം വെപ്പായിരുന്നു. നിർമോഹി അഖാര, ഹിന്ദു മഹാസഭയുടെ രാംലല്ല സമിതി, സുന്നി വഖഫ് ബോർഡ് തുടങ്ങിയവർക്കിടയിൽ ബാബരി മസ്ജിദിൻ്റെ തർക്കഭൂമി വീതം വെച്ച വിധിക്കെതിരെ എല്ലാവരും സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയി. 2019 നവംബർ 9 സുപ്രീം കോടതി വിധി പറഞ്ഞു. ബാബരി മസ്ജിദിൻ്റെ സ്ഥലം രാമജന്മഭൂമി ക്ഷേത്രം പണിയുന്നതിനായി വിട്ടു നൽകണം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ പ്രകാരം പള്ളി നിലനിന്നിരുന്നത് പുരാതനമായ മറ്റേതോ നിർമ്മിതിയുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ്. അത് ഹിന്ദു ബുദ്ധ ആരാധനാലയങ്ങളോട് സാമ്യമുള്ള ഒന്നാണെന്ന് ASI അനുമാനിച്ചു. ഈ കണ്ടെത്തലുകൾ സുപ്രീം കോടതി മുഖവിലക്കെടുത്തു. അപ്പോഴും ആ നിർമ്മിതി രാമജന്മഭൂമി ക്ഷേത്രമാണെന്നോ അത് ക്ഷേത്രം തന്നെയാണെന്നോ അത് തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചതെന്നോ തെളിയിക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല. ഹിന്ദുത്വവാദികളുടെ അത്തരം വാദങ്ങളെ സാധൂകരിക്കാൻ പോകുന്ന ഒന്നും ASIയുടെ കൈവശമില്ലായിരുന്നു എന്നു മാത്രമല്ല, ASI മുന്നോട്ട് വെച്ച പല അനുമാനങ്ങളെയും രാജ്യത്തെ മുതിർന്ന ചരിത്ര പണ്ഡിതന്മാർ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ഒരു പതിറ്റാണ്ടിപ്പുറം അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് 2003 ASI ഒരു ഖനനം കൂടി ബാബരി മസ്ജിദ് നിലനിന്നിരുന്നിടത്ത് നടത്തുന്നുണ്ട്. അലഹബാദ് കോടതിയിലെ കേസ് നടക്കുന്ന കാലമാണത്. അന്ന് സുന്നി വഖഫ് ബോർഡിൻ്റെ നിരീക്ഷകരായി ഉണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ആർക്കിയോളജി വിഭാഗം പ്രൊഫസർ സുപ്രിയ വർമ്മയും ശിവനടാർ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം പ്രൊഫസർ ജയ മേനോനുമായിരുന്നു. ബാബരി മസ്ജിദിന് കീഴിൽ ക്ഷേത്രം തന്നെ ആയിരുന്നു എന്ന് അവകാശപ്പെട്ട 2003 ASI റിപ്പോർട്ടിനെതിരെ 14 വിയോജന രേഖകളെങ്കിലും ഇവർ സമർപ്പിച്ചിരുന്നു. കൂടാതെ 2010 EPWയിൽ എഴുതിയ ഇവരുടെ ലേഖനത്തിൽ ASI എക്സ്കവേഷൻ നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ സ്ഥാപിക്കുകയാണ് ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടി. വിവിധ കാലങ്ങളിലുള്ള ചരിത്രശേഷിപ്പുകൾ കൂട്ടിക്കുഴക്കുക വഴി ആർക്കിയോളജിയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ ASI അട്ടിമറിച്ചെന്ന് ഇവർ വാദിച്ചു. ഓരോ ലെയറും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിന് പകരം വിവിധ ലെയറുകൾ ഒന്നായി കണക്കാക്കി. ASI പ്രധാന തെളിവായി കാണിച്ച 50ഓളം തൂണുകളുടെ അവശിഷ്ടം പലതും പല രൂപത്തിലുള്ളതും പല വലുപ്പത്തിലുള്ളതും പല കാലത്തുള്ളതുമായിരുന്നു. എന്നാൽ അവ അതുപോലെ വിശദമായി രേഖപ്പെടുത്താൻ ASI കൂട്ടാക്കിയില്ല. പള്ളിക്ക് താഴെ ക്ഷേത്രം കണ്ടെത്തുകയാണ് വേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിച്ചതുപോലെയാണ് ASI പെരുമാറിയതെന്നും അവർ ആരോപിച്ചു. പല അവശിഷ്ടങ്ങളും വീടുകളുടെ ഘടനയ്ക്ക് സമാനമായിരുന്നു. ശ്രീകോവിൽ എന്ന് ASI അടയാളപ്പെടുത്തിയ വൃത്താകൃതിയിലുള്ള ഘടന തന്തൂരി അടുപ്പായിരിക്കുമെന്ന് പ്രൊഫസർ വർമ്മയും പ്രൊഫസർ മേനോനും ചൂണ്ടിക്കാട്ടി.
മൃഗങ്ങളുടെ എല്ലിൻ കഷ്ണങ്ങൾ കണ്ടെത്തിയത് ASI വാദങ്ങൾ അക്ഷരാർത്ഥത്തിൽ പൊളിക്കുന്നതായിരുന്നെങ്കിലും അത്തരം കാര്യങ്ങൾ അവഗണിക്കപ്പെട്ടു. ബാബരി മസ്ജിദിന് താഴെ ഡൽഹി സൽത്തനത്തിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട മറ്റൊരു പള്ളിയുടേതെന്ന് സംശയിക്കാൻ കഴിയുന്ന ഒരു നിർമ്മിതിയുടെ അവശിഷ്ടം കണ്ടെത്തിയിരുന്നതായും അവർ വാദിച്ചു. ASI ഗവേഷണത്തിൽ പറയുന്ന ചുമരിൽ പടിഞ്ഞാറ് ഭാഗത്ത് മെഹ്റാബിന് സമാനമായ ഘടനയുണ്ടായിരുന്നെന്നും ഇവരുടെ ലേഖനം സമർത്ഥിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും രാജ്യത്തെ ഭൂരിപക്ഷ ജനതയുടെ വികാരം മാനിച്ചുകൊണ്ട് രാജ്യത്തെ പരമോന്നത നീതിപീഠം വിധി തീർപ്പുണ്ടാക്കി എന്നു വേണം പറയാൻ. നിരാശരായെങ്കിലും രാജ്യത്തെ മുസ്ലിം നേതൃത്വം വിധിയെ അംഗീകരിച്ചു. സമാനമായി ഹിന്ദുത്വ അവകാശവാദം ഉന്നയിക്കുന്ന കാശി മധുര വിഷയങ്ങൾ ബാബരി വിഷയത്തോടെ ഉപേക്ഷിക്കപ്പെടണമെന്ന് ആവശ്യമുയർന്നു. അത് അംഗീകരിക്കുന്നതായി ഹിന്ദുത്വ നേതാക്കൾ പ്രസ്താവന ഇറക്കിയിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. ബാബരി മസ്ജിദിൻ്റെ അതേ അവസ്ഥയിലാണ് കാശിയിലെ ഗ്യാൻവാബി പള്ളിയും മധുരയിലെ ഈദ്ഗാഹ് പള്ളിയും. സുപ്രീം കോടതി അന്നും ഒരു വിഷയം അടിവരയിട്ട് പറഞ്ഞിരുന്നു. 1992 ഡിസംബർ 6 പള്ളി പൊളിച്ചത് ക്രിമിനൽ കുറ്റമാണെന്ന്. അന്ന് അതേക്കുറിച്ച് അന്വേഷിച്ച ലിബർഹാൻ കമ്മീഷൻ ബാബരി ധ്വംസനത്തിൽ ഹിന്ദുത്വ നേതാക്കൾക്കുള്ള കുറ്റകരമായ പങ്ക് വ്യക്തമാക്കിയിരുന്നു. RSSൻ്റെയും BJPയുടെയും VHP ബജരംഗൾ തുടങ്ങിയ സംഘടനകളുടെയും നേതാക്കളടക്കം 68 പേരെ പ്രതി ചേർത്ത റിപ്പോർട്ടായിരുന്നു അത്. അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി, കല്യാൺ സിംഗ് തുടങ്ങിയവർക്കെതിരെ കടുത്ത വിമർശനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ 2020 സെപ്റ്റംബറിൽ പ്രത്യേക കോടതി LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, വിനയ് കത്തിയാർ തുടങ്ങിയ 32 കുറ്റാരോപിതരെ തെളിവില്ലെന്ന് പറഞ്ഞ് വെറുതെ വിടുകയാണ് ചെയ്തത്. ബാബരി മസ്ജിദ് ധ്വംസനം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതായിരുന്നില്ലെന്നും വിധി പറഞ്ഞ പ്രത്യേക കോടതി ജഡ്ജി സുരേന്ദ്രകുമാർ യാദവ് കൂട്ടിച്ചേർത്തു. പിന്നെ ആരാണ് സാർ ബാബരി മസ്ജിദ് പൊളിച്ചത്? അത് കാറ്റത്തും മഴയത്തും ഇടിഞ്ഞു വീണതാണോ? പള്ളി പൊളിച്ചവരും പൊളിക്കാൻ പ്രേരിപ്പിച്ചവരുമൊക്കെ പകൽ വെളിച്ചത്തിൽ തെളിഞ്ഞു നടക്കുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ബാബരി മസ്ജിദ് തകർത്തവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കാനെങ്കിലും കഴിയുന്നില്ലെങ്കിൽ ഇങ്ങനെ കടന്നുപോകുന്ന ഓരോ ദിവസവും ഈ രാജ്യത്തിന് നാണക്കേടാണ്. ബാബരി മസ്ജിദ് വിഷയത്തിൽ ബാക്കിയാവുന്ന നീതി ഒരുപക്ഷെ അതുമാത്രമാവും. കാരണം ഒരു ക്ഷേത്രം അവിടെ ഉയർന്നു കഴിഞ്ഞു. ഇനി അവിടെ ഒരു മസ്ജിദ് ഉയരില്ല. ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയം നശിപ്പിച്ച് അവിടെ പള്ളി കെട്ടാൻ ഇസ്ലാമിൽ വകുപ്പില്ല തന്നെ. അങ്ങനെ ഒരു ശൈലി ഇസ്ലാമിനില്ല. ആയതിനാൽ ഈ രാജ്യവും ഇവിടുത്തെ മുസ്ലിങ്ങളും അർഹിക്കുന്ന നീതി സുപ്രീം കോടതി തന്നെ ക്രിമിനൽ കുറ്റമെന്ന് സ്ഥിരീകരിച്ച ബാബരി ധ്വംസനത്തിൻ്റെ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? ആ നിലക്ക് തന്നെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന നരസിംഹറാവു സർക്കാർ തന്നെ കൊണ്ടുവന്ന പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ഇനിയെങ്കിലും പാലിക്കപ്പെടുകയാണ് വേണ്ടത്. എന്നാൽ ഏതു നിമിഷവും ഈ നിയമം അട്ടിമറിക്കപ്പെട്ടേക്കും എന്ന നിലക്കാണ് നിലവിൽ അതിൻ്റെ അവസ്ഥ. ഇനിയും ബാബരികൾ ആവർത്തിക്കാതിരിക്കുകയാണ് വേണ്ടത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളുടെ മേൽ, അത് തന്നെ ചരിത്രപരമായി സാധൂകരിക്കപ്പെടാത്ത വിഷയങ്ങളിൽ പോലും മനുഷ്യരെ മതം പറഞ്ഞ് തമ്മിലടിപ്പിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഏറ്റവും വലിയ രാജ്യസ്നേഹം. മറിച്ചുള്ളത് സംശയം വേണ്ട ഏറ്റവും വലിയ ദേശദ്രോഹം തന്നെ.